1972 ഫ്ലോറിഡയിലെ ഫോർട്ട് ലൗഡർഡെയിലെ സമുദ്രഭാഗത്തേക്ക് കുറച്ച് ബോട്ടുകൾ കടന്നുവരുന്നു. അത് വെറും ബോട്ടുകൾ അല്ലായിരുന്നു. കാരണം ആ ബോട്ടുകളിൽ നിറയെ ഉണ്ടായിരുന്നത് 1000ഓളം ടയറുകളായിരുന്നു. അതെ, അങ്ങനെ അവർ ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന 1000ഓളം പഴയ വാഹനങ്ങളുടെ ടയറുകൾ കടലിലേക്ക് വലിച്ചെറിയാൻ ആരംഭിച്ചു. അവർ വളരെ ആവേശത്തോടെയായിരുന്നു കടലിലേക്ക് ടയറുകൾ നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ തങ്ങൾ ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു വിപത്തായി മാറുമെന്ന് അവരറിയുന്നുണ്ടായിരുന്നില്ല. 20 ലക്ഷത്തോളം ടയറുകളാണ് അവർ അത്തരത്തിൽ ആ കടലിൽ നിക്ഷേപിച്ചത്. അങ്ങനെ കടലിൽ നിക്ഷേപിച്ച 20 ലക്ഷം ടയറിന് പ്രകൃതി തിരിച്ചു നൽകിയ ശിക്ഷയുടെ വിചിത്രമായ ഒരു യഥാർത്ഥ സംഭവത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 1960കളുടെ കാലഘട്ടത്തിൽ അമേരിക്ക നേരിട്ടൊരു വലിയ പ്രശ്നമായിരുന്നു പഴയ വാഹന ടയറുകളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. കാരണം ആ കാലഘട്ടത്ത് പുതിയ കാറുകൾ വാങ്ങുന്ന അമേരിക്കക്കാരുടെ എണ്ണം കൂടി വരികയായിരുന്നു. അത്തരത്തിൽ പുതിയ കാറുകൾ വാങ്ങുന്നതോടെ ആളുകൾ പഴയ വാഹനങ്ങളുടെ ടയറുകളും മറ്റും അനധികൃതമായി പൊതുസ്ഥലങ്ങളിലും മറ്റും നിക്ഷേപിക്കാൻ ആരംഭിച്ചു. അതിൽ പല ടയർ വേസ്റ്റ് കൂമ്പാരങ്ങൾക്കും തീപിടിക്കുകയും അത് വലിയ രീതിയിലുള്ള എയർ പൊല്യൂഷന് കാരണമാവുകയും ചെയ്തിരുന്നു. കൂടാതെ ടയറുകൾ ഡീകമ്പോസ് ആകാൻ 50 മുതൽ 80 വർഷങ്ങളോളം സമയവും വേണ്ടി വന്നിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായാണ് ഫ്ലോറിഡയിലെ ലോക്കൽ ഗവൺമെൻറ്റും US നേവിയും ഗവേഷകരും ചേർന്ന് ഇതിനൊരു പരിഹാരമാർഗം കണ്ടെത്തുന്നത്. അതായിരുന്നു ടയറുകളെല്ലാം കടലിൽ നിക്ഷേപിക്കാം എന്ന ആശയം. ഇതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ടയറുകൾ കടലിനടിയിലെത്തുമ്പോൾ ഒരുപാട് മത്സ്യങ്ങളും സമുദ്രജീവികളും ഈ പ്രദേശത്തിലേക്ക് കടന്നു വരികയും പവിഴപ്പുറ്റുകൾ പോലെയുള്ള കടൽ ജീവികൾ ഇവിടെ പുതിയൊരു ആവാസ വ്യവസ്ഥ നിർമ്മിക്കുകയും ചെയ്യുമെന്നും ഇത് മത്സ്യബന്ധനത്തിന് ഉപകാരമാകുമെന്നും അവർ വിശ്വസിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷികളായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ 1972 ഈ ഓപ്പറേഷൻ ആരംഭിക്കുകയും ഇതിനെ അവർ ഓസ്ബോൺ റീഫ് എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു. വലിയ ബോട്ടുകളിൽ 1000കണക്കിന് ടയറുകളായിരുന്നു ഓരോ തവണയും അവർ കടലിലേക്ക് കൊണ്ടുപോയി കളഞ്ഞിരുന്നത്. വെറുതെ ഓരോ ടയർ കടലിൽ നിക്ഷേപിക്കുന്നതിന് പകരം പ്രത്യേക രീതിയിലുള്ള മെറ്റൽ ക്ലിപ്സ് ഉപയോഗിച്ച് ടയറുകൾ കൂട്ടിക്കെട്ടിയായിരുന്നു ഗവേഷകരും ഡൈവേഴ്സും ഇവ കടലിനടിയിൽ എത്തിച്ചിരുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നത് കാരണം കടലിനടിയിൽ ചെന്നാലും ടയറുകൾ വേർപെട്ടു പോകില്ലെന്ന് അവർ കരുതി. അങ്ങനെ മാസങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിൽ ഈ ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് 2 മില്യൺ അഥവാ 20 ലക്ഷത്തോളം ടയറുകളായിരുന്നു അവർ ഇത്തരത്തിൽ കടലിൽ ഡംപ് ചെയ്തിരുന്നത്. ഏകദേശം 35 ഫുട്ബോൾ ഗ്രൗണ്ടോളം വലിപ്പത്തിലായിരുന്നു ഈ 2 മില്യൺ ടയറുകളും ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യകാലങ്ങളിൽ ഇത് പോസിറ്റീവായി തന്നെയായിരുന്നു ഇമ്പാക്റ്റ് ചെയ്തിരുന്നത്. ചെറിയ മീനുകളും ചെറു കടൽ ജീവികളുമായിരുന്നു ഈ ടയറുകൾക്കുള്ളിലും പുറത്തുമായി പുതിയൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഗവേഷകർ കണക്കു കൂട്ടിയതുപോലെ ടയറിൻ്റെ സർഫസിന് മുകളിലായി ഗ്രീൻ കളർ ലഭിക്കുകയും അത് കൂടുതൽ കടൽ സസ്യങ്ങൾക്കും മറ്റും അനുകൂലമാകുമെന്നും അവർ കരുതി. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഗവേഷകരും ഗവൺമെൻറ്റും അവർ ചെയ്തത് വലിയൊരു മണ്ടത്തരം ആയിരുന്നു എന്ന ആ സത്യം മനസ്സിലാക്കുന്നത്. അതെന്താണെന്നല്ലേ, 1990 അമേരിക്കയിലെ ഒരു ബീച്ചിൽ ഒരു ടയർ കരയിൽ വന്നടിയുകയായിരുന്നു. അതിലിപ്പോൾ എന്താ കാര്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ആ ടയറിൽ കുഞ്ഞു സമുദ്രജീവികളും ഉണ്ടായിരുന്നു. എന്നാൽ അത് വലിയൊരു ദുരന്തത്തിൻ്റെ തുടക്കമായിരുന്നെന്ന് ആർക്കും അറിയില്ലായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ 100 കണക്കിന് ടയറുകളാണ് ഇത്തരത്തിൽ കരയിൽ വന്നടിഞ്ഞുകൊണ്ടേയിരുന്നത്. സത്യത്തിൽ കടലിനടിയിൽ കിടന്നിരുന്ന ടയറുകളുടെ ക്ലിപ്പുകൾ നശിച്ചു പോവുകയും പതിയെ അടിയിൽ കിടന്നിരുന്ന ടയറുകൾ കരയിലേക്ക് ഒഴുകി എത്തുകയുമായിരുന്നു. വർഷങ്ങളോളം എടുത്തുണ്ടായ കടൽപ്പായലും പവിഴപ്പുറ്റുകളെല്ലാം ഇത് കാരണം നശിക്കുകയായിരുന്നു. തുടർന്ന് ഗവേഷകർ കടലിനടിയിൽ നടത്തിയ പരിശോധനയിൽ ഫോർട്ട് ലൗഡർഡെയുടെ ആഴക്കടൽ ടയറുകൾ കൊണ്ടുള്ള ഒരു മാലിന്യ കൂമ്പാരം പോലെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ മറ്റു ജന്തുവൈവിധ്യങ്ങളൊന്നുമില്ലായിരുന്നു. ചില ടയറുകൾ പാറകൾക്കിടയിലും മറ്റും കുടുങ്ങിയ നിലയിലും മറ്റു ചില ടയറുകളിൽ
പല സമുദ്രജീവികൾ ട്രാപ്പായ നിലയിലുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. വർഷം 2000 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ കൂടുതൽ മോശമാവുകയും കടലിനടിയിൽ ടയറുകളുടെ ഒരു ശവപ്പറമ്പ് രൂപപ്പെടുകയുമായിരുന്നു. അതിനാൽ തന്നെ ഈ ടയറുകൾ ഉടനെ നീക്കം ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വലിയ രീതിയിൽ തന്നെ സമുദ്രത്തെ ബാധിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ 20 ലക്ഷത്തോളം ടയറുകൾ നീക്കം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് ഗവൺമെൻറ്റിനും ഗവേഷകർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു. അങ്ങനെ 2007 ഗവൺമെൻറ് കടലിനടിയിലെ ടയറുകൾ കളക്ട് ചെയ്യുന്നത് നേവി ഉദ്യോഗസ്ഥർക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന രീതിയിൽ ടാസ്ക്കായി നൽകുകയായിരുന്നു. അങ്ങനെ ആദ്യ സമയങ്ങളിൽ ഒരു ദിവസം 1000-ഓളം ടയറുകളാണ് അവർ കടലിനടിയിൽ നിന്നും റിക്കവർ ചെയ്തിരുന്നത്. സത്യത്തിൽ ആ ഓപ്പറേഷൻ വളരെ അപകടം പിടിച്ചതും ബുദ്ധിമുട്ടേറിയതുമായിരുന്നു. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് കടലിനടിയിലുള്ള വിസിബിലിറ്റി തന്നെയായിരുന്നു. അത് വളരെ കുറവായിരുന്നു എന്നതാണ് സത്യം. എങ്കിലും ഓരോ ടയറുകളായി അവർ പുറത്തെത്തിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ ഈ ഓപ്പറേഷനെക്കുറിച്ച് പബ്ലിക്കലി സ്പ്രെഡായതോടെ ലോക്കൽ ഡൈവേഴ്സും മറ്റു എൻവിറോൺമെൻറ്റ് ഗ്രൂപ്പുകളെല്ലാം ടയറുകൾ നീക്കം ചെയ്യാൻ നേവിയെ സഹായിച്ചിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പക്ഷേ നേവിയുടെ ഓപ്പറേഷനോ ലോക്കൽ ഡൈവേഴ്സിൻ്റെ സപ്പോർട്ടോ കൊണ്ടോ ഇത് നടക്കില്ല എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ 2015 ഫ്ലോറിഡ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ രംഗത്ത് വരികയും ഈ ക്ലീനപ്പ് ഓപ്പറേഷന് വേണ്ടി $1.6 മില്യൺ അഥവാ ഏകദേശം 13 കോടിയോളം ഇന്ത്യൻ രൂപ ചിലവഴിച്ച് പ്രൊഫഷണലായി തന്നെ ക്ലീനപ്പ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു ആ പ്രൊജക്റ്റ്. കടലിൽ നിന്നും പുറത്തെടുക്കുന്ന ടയറുകൾ എവർഗ്ലേഡ്സ് പോർട്ടിലേക്ക് എത്തിക്കുകയും പിന്നീടത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുകയുമായിരുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിൽ മറ്റൊരു കാര്യം ഗവേഷകർ കണ്ടെത്തിയിരുന്നു. അതായത് ചില മേഖലകളിലെ ടയറുകളിൽ വ്യത്യസ്തമായ രീതിയിൽ പുതിയൊരു എക്കോസിസ്റ്റം രൂപപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അത്തരത്തിലുള്ള പ്രദേശങ്ങളെ ഒഴിവാക്കിയായിരുന്നു ഈ പ്രൊജക്റ്റ് പുരോഗമിച്ചിരുന്നത്. പക്ഷേ വിചാരിച്ചതുപോലെ ഈ പ്രൊജക്റ്റിലും ടയറുകൾ മുഴുവൻ നീക്കം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ 2022 ഓഷ്യൻ ടെക് എന്നൊരു കമ്പനി രംഗത്ത് വരികയും അവർ AUVs അഥവാ ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസുകളെന്ന റോബോട്ട് വെഹിക്കിളുകൾ ഉപയോഗിച്ച് കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ 6 ലക്ഷത്തോളം ടയറുകൾ പുറത്തെടുക്കുകയുമായിരുന്നു. എങ്കിലും 5 ലക്ഷത്തോളം ടയറുകൾ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആഴത്തിൽ ആയതിനാലും മണലിൽ ആഴ്ന്നിറങ്ങിയതിനാലും ഇപ്പോഴും കടലിനടിയിൽ തന്നെയുണ്ട് എന്നതാണ് സത്യം. ഏതായാലും ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റ് ഇത്രത്തോളം പ്രകൃതിയെ മോശമായി ബാധിക്കുമെന്ന് അവരാരും കരുതി കാണില്ല. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.